രാവിലെ എഴുന്നേറ്റ് എന്നാലും ഒരു കട്ടൻ കുടിച്ചേക്കാൻ പറഞ്ഞ കടയിൽ കയറി കട്ടൻ ചോദിച്ചപ്പോൾ കട്ടൻ കിട്ടിയതാണെങ്കിൽ ഒരു ബിയർ ഗ്ലാസ്സിൽ കഷ്ടപ്പെട്ട് അത് കുടിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സുന്ദരിയായ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് അമ്മച്ചി പോകുന്നതുകൊണ്ട് സിഗരറ്റ് വലിച്ച് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന അപ്പാപ്പനെ കണ്ടു. പിന്നീട് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് മാനേജറോട് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് പറ്റത്തില്ല പറഞ്ഞു. ബസ് ഡ്രൈവർ നമ്മളെ തെറ്റായ ഒരു കുഗ്രാമത്തിലെ ഇറക്കി വിട്ടത്. അവിടെ സുന്ദരിയായ ഒരു ചേച്ചി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് കണ്ടു. പാടം കണ്ട സന്തോഷത്തിലാണെങ്കിൽ ഞാൻ ചാടി ഇറങ്ങി ദേ ഈ കാണുന്ന അമ്മാമ്മയോട് ഒരു ഹായ് പറഞ്ഞു. അമ്മാമയാണെങ്കിൽ തിരിച്ചെന്നോടൊരു ബായ് പോലും പറഞ്ഞില്ല. തൊട്ടടുത്ത് കണ്ട അപ്പാപ്പനോടും അമ്മമ്മയോടും ഞാൻ കുറേ നേരം മലയാളത്തിൽ സംസാരിച്ചു. അവരവരുടെ വിഷമങ്ങൾ ചൈനീസിൽ എന്നോട് പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞ് പിരിയാൻ നേരം അപ്പാപ്പൻ എനിക്കൊരു സിഗരറ്റ് നീട്ടി. ഇതേ പോകുന്നു ഹേ ദോസത്തി. അതിനുശേഷം രണ്ട് ചേട്ടന്മാർ കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്നതുണ്ട്. കൊട്ടയിൽ പോയി നോക്കിയപ്പോൾ വെറും പച്ച പുല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിന്ന് കുറച്ച് ഉൾഗ്രാമത്തിൽ എത്തിയതുകൊണ്ട് തിരിച്ച് ഒരുപാട് പോകാനുണ്ടായിരുന്നു. പോകുന്ന നേരമാണ് രണ്ട് വണ്ടികൾ ഇവിടെ ഇടിച്ച് കിടക്കുന്നുണ്ട്. അവിടെ പോലീസല്ല ആദ്യം എത്തിയത്, ഇൻഷുറൻസുകാരനാണ് ഓടിയെത്തിയത്. ശേഷം നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി എൻ്റെ പരിഷ്കാരയായ കൂട്ടുകാരൻ ഇന്നും വ്യത്യസ്ത ഫുഡ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഓക്കെ, വ്യത്യസ്തമായ ഫുഡ് ഓർഡറാക്കി അത് കഴിച്ച് അവൻ്റെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ദിവസം നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളെല്ലാം മറന്ന് നമ്മൾ